എവിടെ ബൊഗ എവിടെ? ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ക്രിസ്മസ് ആയ കാരണം ഞങ്ങൾ തട്ടിക്കൂട്ട് പുൽക്കൂട് അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നില്ല. വാങ്ങിക്കുന്നതിന് വലിയ റേറ്റ് ആണ്. അത് കാരണം എനിക്ക് എൻ്റെ മാമനെല്ലാം ഉണ്ടാക്കാനും ഓലോണ്ട് ചെയ്യാനറിയാം. അപ്പൊ അത് കാരണം ഇതെനിക്ക് മാമൻ ഉണ്ടാക്കി തന്നെ പുൽക്കൂട് ക്രിബ് അങ്ങനെ എന്താ പറയും. ഇപ്പൊ സമയം 10 മണി ആയിട്ടാ. ഞങ്ങളിപ്പോ പോയിട്ട് 6 മണിക്ക് പോയിട്ട് ഇപ്പൊ കുറച്ച് ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ചെറിയ നക്ഷത്രം കത്തണതല്ല, ഇതിൽ ഉണ്ണേശു കാര്യങ്ങളൊക്കെ ആട്ടാ ബന്ധുക്കൾ. അപ്പൊ നമ്മളൊന്നും ഇതൊന്നും വെക്കാറൊന്നുമില്ല. പക്ഷെ ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് വെക്കാന്ന് വിചാരിച്ചു. എന്ന് വെക്കുന്നു ക്രിസ്മസിന്റെ അന്ന് രാത്രി 10 മണിക്ക്. അപ്പൊ നമ്മള് ഈ വക പരിപാടികളും ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത് സത്യം പറയണ യൂട്യൂബിലോട്ട് വന്ന് അതിന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ചെറിയൊരു പൈസയാണെങ്കിൽ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലൊക്കെ ഞങ്ങളുടെ അടിച്ചുപൊളി ആഘോഷം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ മറ്റു ഉണ്ണിയേശു സെറ്റ് മേടിച്ചിട്ടുണ്ട്, ചെറിയ നക്ഷത്രം, പിന്നെ കുറച്ച് ഉണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ഞങ്ങളുടെ അടിച്ചുപൊളിയുടെ എല്ലാവിധ അവകാശങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ തരുന്ന വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന പൈസ കൊണ്ടാണ്. സത്യം പറയണ ഇങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല. പുൽക്കൂട് ഉണ്ടാക്കി മാമ, പിന്നെ അതിന്റെ ഉള്ളിലേക്ക് ഉണ്ണിയേശുവിന്റെ സെറ്റ്. അപ്പൊ അതിന്റെ ചെറിയ പരിപാടി അതിന്റെ ഒക്കെ വീഡിയോ എടുക്കാന്ന് വെച്ചാ, പക്ഷെ ഭയങ്കര തിക്കും ബഹളം, അത് കാരണം എടുത്തില്ല. ടൗണിൽ പോയിട്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ഞങ്ങള് പുൽക്കൂടിന്റെ പരിപാടികൾ തുടങ്ങാണ്. കുറച്ച് വയറൊക്കെ സെറ്റ് ചെയ്യണം കേട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാല ബൾബ് കൂടെ നിർക്കണേ വീഡിയോ. അപ്പോൾ ഒരു മാല ബൾബ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് അപ്പച്ചൻ്റെ കടയിൽ പോകാറുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചത് 200 രൂപയാണ് കേട്ടോ ഇതിന്. ഇത്ര 10 മീറ്റർ കേട്ടോ, 10 മീറ്റർ ഉണ്ട് ഈ വയറ. അപ്പോൾ ഇത് നമുക്ക് കുത്താം. കത്തി ബബിൾസ് കത്തി ബബിൾസ് മുട്ട എന്ന് പറയണ പോലെ ബാഗിനെ കത്തും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുത്തി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഉദ്ദേശങ്ങളാണ് കേട്ടോ. ഇതിൽ ഇതുമ്പോൾ നമ്മളിനി ഇതിങ്ങനെ ചിറ്റാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് കൊളുത്താം. അതിങ്ങനെ ചിറ്റി നോക്കാം, ചിലപ്പോൾ വിജയിക്കും. അപ്പോൾ പൊടിമോളത് അവിടെ എന്തോ സെറ്റിങ്സ് പൊടിമോളത് കൊളക്കി ഉണ്ടാക്കിട്ടാ. രാത്രി 10 ആയിട്ടാ. ഉണ്ണേശു 12 മണിക്ക് നോക്കാം. അപ്പൊ ഇതിങ്ങനെ ചിറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുൽക്കൂട് കാണിച്ചു കൊടുക്കും, പുൽക്കൂടിന്റെ ഉൾവശമൊക്കെ കാണിച്ചു കൊടുക്കും. പൊടിമോളും മാമനും ഉണ്ണിയേശുവിനെ എടുത്തിട്ട് പൊടിയേ. അത് കുഴപ്പമൊന്നുമില്ല, 12 മണിക്ക് അവിടെ നമ്മുടെ നക്ഷത്രത്തിനത്തെ കലപേടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ ഞാത്തിട്ടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അവിടെ ഇട്ടുണ്ട്. ഇനി പൊടിമോളെ തലോണേര പഞ്ഞിയൊക്കെ എടുത്തിട്ടേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീമേ നമ്മൾ ഇത് പൊടിമോളുടെ വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുപ്പി അല്ല, ചെടികൾ. അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിനി ക്രിസ്മസ് ട്രീ അല്ലേ, അങ്ങനെയല്ലേ പറയാം. ആദ്യമൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ ഒരു ആഡംബരമായിട്ടുള്ളൊരു തലോണ പഞ്ഞി ഇത് ഡെക്കറേഷൻ പണിയിട്ടാ. അപ്പോൾ ഇതും ഇട്ടൂട്ടാ. അപ്പോൾ ഇടുമ്പോൾ കുറച്ചൊക്കെ ഇട്ടാം. അങ്ങനെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ.
അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയണം കേട്ടാ. ഞാനും പറയുന്നു ഹാപ്പി ക്രിസ്മസ്. ഇവനെ പിടിച്ച ഇവന്റെ മേത്ത് ഒരു മാല ബൾബിട്ട് കൊടുക്കണം. ഇവനല്ലേ ഇവള് അപ്പൊ കറുപ്പത്. അപ്പൊ ഞാൻ മണലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭാരതപ്പുഴ മണലുണ്ട്, പിന്നെ ബേബി ഉണ്ണേശി പോണു പറഞ്ഞു. അപ്പൊ നമ്മള് അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞോട്ടാ. ഇനി നമ്മള് എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂടിന്റെ മുകളിൽ കുറച്ച് ഇടാട്ടാ. ഉള്ളില് ഉണ്ണേശുവിന് കണ്ണ് കാണാനായിട്ട്. അപ്പൊ ഇതുമ്മ കുറച്ചിട്ടു, കുറച്ച് നല്ല രീതിയിൽ ഇടാം. ഇതെത്ര 10 മീറ്ററാ? എത്ര കിട്ടണം? 5 മീറ്റർ നമ്മള് പുത്തമ്പള്ളിയിലെ അവിടെ നിന്ന് ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചത്, നമ്മുടെ പയ്യന്മാരുടെ കടയിൽ നിന്നാണ് മേടിച്ചേട്ടാ. അപ്പം അധികം പൈസ ഒന്നും ഇല്ല, 200 റുപ്യ ഉള്ളൂ കേട്ടാ ഹോൾസെയിൽ ആയിട്ട്. അപ്പം നമുക്ക് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഉള്ളിലേക്കാണെങ്കിൽ ഉള്ളിൽ ഉണ്ണേശു കിടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഉണ്ണേശുവിൻ്റെ ഇതൊക്കെ അപ്പൊ അത് സെറ്റായി തോന്നുന്നു. അത് ഇതായി. ഇനി ഇവിടെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഈ മറ്റേ രാജാക്കന്മാരൊക്കെ വരില്ലേ, രാജാക്കന്മാരൊക്കെ വരുന്ന വഴിയാണ് കേട്ടോ. രാജാക്കന്മാര് അന്ന് കാലത്ത് ടോർച്ചൊന്നും ഇല്ലല്ലോ. അല്ല അപ്പോൾ ഇപ്പം നമ്മൾ അവർക്ക് വെളിച്ചം ആക്കി കൊടുക്കണം. ഇന്ന് കാലത്ത് അവരെന്താ കഷ്ടപ്പെട്ട് വന്ന. പക്ഷെ ഇന്ന് കാലത്ത് നമുക്ക് ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊരു സഹായം, വഴി തെറ്റിപ്പോയില്ലോ. അപ്പോൾ അതെ നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടാ. പുൽക്കൂടൊക്കെ കഴിഞ്ഞു മോളെ. അതൊക്കെ കത്തിങ്ങി ഭാഗ്യം. ഇനി നമുക്ക് കുമ്പോ മറ്റേ സാധനം എടുത്തിട്ട് വാ, ഉണ്ണേശുവിനെ എടുത്തിട്ട് വാ. ബാക്കിയുള്ള എടുത്തിട്ട് വാ. ഉണ്ണേശുവിനെ നിങ്ങൾ എപ്പോഴെങ്കിലും വെക്കി. അപ്പൊ ഇപ്പൊ ഉണ്ടാട്ടാ, ഉണ്ടൊക്കെ അവിടെ ഇവിടെ കെട്ടി ഞാൻ തീർന്നു. അത് കുഴപ്പമില്ല. അപ്പൊ ഉണ്ട സെറ്റപ്പ് ആക്കട്ടെ. ഉണ്ട അപ്പൊ ഇത് ഉണ്ട ഈ പച്ച നിറത്തിലുള്ള അരങ്ങ് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് 120 രൂപ കൂട്ടാം. പിന്നെ ഈ സാധനം ഇല്ലേ നമ്മുടെ ഉണ്ണേശുവിൻ്റെ ഒക്കെ രൂപമുള്ളത്, ഇത് 230 രൂപയാണ് കേട്ടോ. സൈസ് 4 കേട്ടാ. ഇതിന്റെ ചെറുതുണ്ട് 150 ഉണ്ട്. പക്ഷെ 200 ആയില്ല. അപ്പൊ ഞങ്ങൾ പോയ നേരത്തെ കടകളൊക്കെ അടച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ വേറൊരു ഉണ്ടിണ്ടായിരുന്നു, വേറെ ഉണ്ടേ കുമ്പോ വേറെ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവാ. ടീമൊക്കെ ഉണ്ട് കേട്ടാ. മറ്റുണ്ടോ ചെറുണ്ടോ? അപ്പൊ കുറെ ഉണ്ട് ടീച്ചറ. ദേ പോണു, ഇത് ഷോക്ക് അടിച്ചിട്ടാവല്ലോ. ഈശ്വര ഭഗവാനെ, ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിട്ടെ. അപ്പൊ ഈ ഉണ്ടയും ഈ സെറ്റും കൂട്ടിയിട്ട് ആള് 190 രൂപയ്ക്ക് തന്നട്ടാ. ഇത് കുറെ ഉണ്ടല്ലോ തെറ്റിയാ ഇവർക്ക്. ആട്ടുമുട്ടിയൊക്കെ ഉണ്ട് കേട്ടാ. അവർക്ക് എടുത്തല്ല, അവർക്ക് എടുത്തോ, എവിടെയെങ്കിലും കൊണ്ടൊക്കെയാ. ഇത് കുറെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ളേ നോക്കാം നമുക്ക് കേട്ടാ. റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇത് ആട്ടിട്ടതിനാന്ന് തോന്നുന്നു. ഇതേ കണ്ടത് 3 ആട്ടുംകുട്ടി 4 ആട്ടുംകുട്ടിട്ടാ. ആയി ആട്ടുംകുട്ടിയൊക്കെ കൂടുതലുണ്ടല്ലോ. ഇതെന്താ ആയി ഒട്ടകം കുമ്പു ആയോ ഇടുമ്പി. അപ്പൊ ഇതാ ഇത് സ്വർണം കൊണ്ടുവരുന്ന രാജാവാന്ന് തോന്നുന്നു കേട്ടാ. അതെന്തൊക്കെ കൊണ്ടുവരുന്ന അങ്ങനെ. ഇത് പശു. പശു വെറൈറ്റി കളറുള്ള പശു. തുറക്ക് കുമ്പ് വേഗം. കുമ്പ് കാണിച്ചു കൊടുത്തേ. അറിയില്ല കേട്ടാ. ഇത് ഉണ്ണേശുവിന്റെ ബന്ധുക്കള് എല്ലാരും ഉണ്ട്. ബന്ധുക്കളും എല്ലാരും ഉണ്ട് കേട്ടാ. കളിയാക്കല്ല, ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഉണ്ണേശുവിന്റെ അമ്മ എല്ലാരും ഉണ്ട്. പശു, ഒട്ടകം, എല്ലാ കുടുംബങ്ങളും ഉണ്ട്. അത്ര ഉള്ളു. നീ വലിയ ഇത് പറയണ്ട. ആൾക്കാര് ചിലപ്പോ ചീത്ത പറയും, കളിയാക്കിന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് ഹിന്ദുക്കളാണ് കേട്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാത്ത. ഇതൊക്കെ അങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അറിവുള്ളൂ. അപ്പൊ ഈ ഉണ്ടകളൊക്കെ കൂടിയിട്ടാ നമുക്ക്. പിന്നെന്താ ഇതെവിടെ ഒരു ഉണ്ടായിടാം. മാലാഖനെ അവിടെ കെട്ടി ഞാൻ തരാന്നേ. അപ്പൊ മാലാഖനെ കെട്ടിയിടാനുള്ള ഒരു വള്ളി ഉണ്ട് തോന്നുന്നു.
കുളത്തുണ്ടാവാറില്ല, കുളത്തൊന്നും ഇല്ല കേട്ടാ. അപ്പൊ മാലാകനെ നമ്മള് ഇവിടെ വെക്കാട്ടാ. അവിടെ വെക്കാം. ഇനി അവിടെ മലാക ഒരു മലക്കില്ല അവിടെ ഉണ്ട്, പിന്നെ 2 അവിടെ. അപ്പൊ അത് സെറ്റായി. പിന്നെന്തിട്ടാ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഇതാക്കണിട്ടാ. അപ്പൊ പൊടി ഇതുണ്ടാക്കണം കേട്ടാ. റൂട്ട് വഴി പുൽക്കൂട്ടിലേക്കുള്ള വഴി. അപ്പൊ അതെ നാളെ എന്തൊക്കെയാവുന്ന അറിയില്ല കേട്ടാ. ഇപ്പൊ ഇതിട്ടാ, ഇത് ഒരെണ്ണത്തിന് 20 രൂപ കേട്ടാ. 20 രൂപയാണ് ഒരെണ്ണത്തിന് വന്നിട്ടുള്ളത് റേറ്റ്. അപ്പൊ അത് പോയി. അപ്പൊ ഒരെണ്ണം കൂടി ഇട്ടതിനാ അത് കഴിഞ്ഞു കേട്ടാ. അപ്പൊ അതിനൊരു സമാധാനം കിട്ടി. അപ്പൊ നമ്മൾ മാലാകനെ മുകളിൽ വെച്ചിട്ടാ. പിന്നെ അതെ വഴി, അതെ വഴിട്ടാ. അപ്പോൾ അതെ വഴിയിൽ നമ്മൾ ആദ്യം ഒരു ആട്ടുംകുട്ടീനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആട്ടുംകുട്ടി, പിന്നെ ഒരു ആട്ടുംകുട്ടീനെ നമുക്ക് ഇവിടെ വയ്ക്കാം, കടക്കണോർത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു ആട്ടുംകുട്ടീനെ ഇവിടെ വയ്ക്കാം. പിന്നെ അതെ വെള്ളം കുടിക്കുക ഒരു ആട്ടുംകുട്ടീനെ ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒട്ടകം ഇവിടെ നിന്ന് വരുന്ന കേട്ടാ. ഇത് ആരാ? അപ്പൊ ഇവിടെ ഒരു പശുവിനെ നമ്മള് അവിടെ ഒരു വെള്ളമുണ്ട്, അവിടെ ഒന്നും കൊണ്ട്. ഇത് യേശുവിന്റെ അച്ഛനാട്ടാ, മാതാവ്, പിതാവ്. ഇത് മാതാവ് കേട്ടാ. അപ്പൊ ഒരു 2 നമുക്ക് ഇവിടെ വയ്ക്കാം. ബാക്കി ഇവിടെ വയ്ക്കാം. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയൊന്നുമില്ല, അറിയണ പോലൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ പരിപാടി കഴിഞ്ഞു കേട്ടാ. ഉണ്ണിയേശുവിനെ വെക്കാൻ പോണു. 12 മണിക്ക് വെക്കുക. പക്ഷെ നമ്മൾക്ക് ഉറങ്ങാൻ പോണു കേട്ടോ. അതെ അപ്പൊ ഉണ്ണിയേശുവിനെ അതെ ഉള്ളിക്കേ ഉള്ളിലേക്ക് അമ്മേനെ വലത്തെ ഭാഗത്താണോ ഇടത്തെ ഭാഗത്താണോ എന്നൊന്നും നമുക്ക് കാണാല്ലേ. അപ്പൊ അടിപൊളി. അപ്പൊ നമ്മൾ വെച്ചു കേട്ടാ. അപ്പൊ അതെ അവരൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കാം, വിജയിക്കുമോ നോക്കാം. പൊടി മാറുന്നോ? ഷോക്കടിക്കണ്ട, ചിലപ്പോ കരിയും. ഇത്തിരി അങ്ങോട്ട് മാറും. മാലാക മുകളിലിരിക്കുന്നുണ്ട്. അപ്പൊ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കമ്പി കാണല്ലേ. ഞാൻ പോയിട്ട് കുത്തട്ടെ. പൊടി മാറുന്ന കത്തിങ്ങ പറഞ്ഞോട്ടാ. കത്തിനെ പറഞ്ഞോ. ഓ ഭഗവാൻ ഈശ്വര, കത്തറേ അടിച്ചു പോയിരിക്കോ കത്തിയാ. ഞങ്ങളുടെ പുൽക്കൂട് കത്തിട്ടാ. ഇതാ പോടുണ്ടി യേശു പോട്. അമ്മാമ്മയും മാമനൊക്കെ ഉണ്ട്. മാമൻ പുൽക്കൂടിന്റെ ആള് മാമനാ. മാമനും മോള് ഇന്നലെ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കിയ പുൽക്കൂടാണ്. അപ്പൊ പൊടിമോള് ഹാപ്പി ആയില്ലേ? പൊടിമോള് ഹാപ്പി, അമ്മ ഹാപ്പി, എല്ലാരും ഹാപ്പി. ഇവരുള്ള എല്ലാവരും ഹാപ്പി. ഡിങ്കു ഹാപ്പി. എനിക്ക് വളരെ ഹാപ്പിയാണ്. കാരണം കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചടങ്ങ് ചെയ്യുന്നത്. പണ്ടൊക്കെ ചെയ്തിട്ടില്ല. മോൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനൊരു കൂടുണ്ടാക്കും കുറഞ്ഞൊക്കെ. അപ്പൊ നമ്മള് 11 മണിക്ക് ഉണ്ണിയേശുനൊക്കെ വെച്ചുട്ടോ. ഉണ്ണിയേശുനെ വെക്കേണ്ട സമയം എപ്പോഴാണെന്നൊന്നും അറിയുന്നില്ല. അതെ വൈകുന്നേരം വെച്ചു. 12 മണിക്കൊന്ന് മാറ്റി ചിന്തിക്കാം. നമ്മളായിട്ട് 2026 ആവാറായി. അവനൊന്ന് സൂക്ഷിക്കണം. അവൻ ചിലപ്പോ ഇതൊക്കെ ഇടിക്ക് തെറി പോവാനും ഉണ്ണിയേശു ഇല്ല. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ട്ടാ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ടാറ്റ ബൈ ബൈ. ശുഭദിനം. ഓക്കെ ബൈ. ശുഭദിനം. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാ. നോക്കി പോയാൽ അവിടെ ഒരു കുഴിയുണ്ടേ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാരും കേക്ക് മുറിച്ച് ആഘോഷിക്കും. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്.